ഹായ് ഓൾ, ഗുഡ് ഈവനിങ് മക്കളെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ സമയം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ വെക്കേഷൻ എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഇന്ന് നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? കുറെ സമയം കളിച്ചു, കുറെ സമയം ഫോണിൽ ഗെയിം കളിച്ചു, കുറെ സമയം TV കണ്ടു, ഇങ്ങനെയൊക്കെ നമ്മുടെ ടൈം നമ്മൾ കളഞ്ഞു. അത് നല്ലതാണ്, കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് മാർച്ച് എൻഡോട് കൂടി ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അത്രയും നാള് നമ്മൾ ഒരു മാർച്ച് മാസം ഭയങ്കര ടൈറ്റ് ആയി ടെൻഷൻ ഒക്കെ അടിച്ച് ഒക്കെ നമ്മൾ എക്സാമിനെയൊക്കെ അറ്റൻഡ് ചെയ്ത് അതിന്റെ ഒരു റിലാക്സിങ് ആണ് ഏപ്രിൽ മാസം. നമ്മൾ ഫുൾ റെസ്റ്റ്. ഇപ്പൊ എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, അമ്മ എന്നെ ഇനി എക്സാം കഴിഞ്ഞ് ഒന്നിനും വിളിക്കല്ലേ കേട്ടോ, ഞാൻ ഇനി ഫുൾ ഡേ ഫോൺ കാണലായിരിക്കും, അല്ലെ ഞാൻ ഫുൾ ഡേ കളിക്കായിരിക്കും, അല്ലെ ഫുൾ ഡേ ഞാൻ TV കാണില്ല. അപ്പൊ അമ്മയോട് പറഞ്ഞ ആ വാക്കുകളൊക്കെ നമ്മളൊക്കെ അതുപോലെ തന്നെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുക, ഈ കളിക്കുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാലോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് അടുത്ത വർഷം, അപ്പൊ നമ്മള് എപ്പോഴും പറയില്ലേ അടുത്ത വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വർഷം നമ്മളൊന്ന് ആലോചിക്കുക. അടുത്ത വർഷം നമ്മൾ എന്തൊക്കെയാണ്, ഇപ്പൊ ഞാൻ അടുത്ത വർഷം 6ാം ക്ലാസ്സിലോട്ടാണ് ഞാൻ പോകുന്നത്, അല്ലെ 7ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത്, അല്ലെ 8ാം ക്ലാസ്സിലോട്ടാണ്, അല്ലെ 9th-ലേക്കാണ്, അല്ലെ 10th-ലേക്കാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ അതിനെ പറ്റിയൊക്കെ ചെറിയൊരു അറിവ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എപ്പോഴും പറയില്ല നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അപ്പൊ നമുക്കത് കുറച്ചും കൂടി ഈസി ആകും അടുത്ത വർഷം. അപ്പൊ ഈ വർഷം നമ്മുടെ വെക്കേഷൻ സമയത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കാം, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു സ്കൂളിൽ, ഞാൻ സജിത. അപ്പൊ മക്കളെ, ആദ്യം തന്നെ പറയട്ടെ, സ്കൂളിൽ നമ്മൾ ട്യൂഷൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻസ് ഒക്കെ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എല്ലാ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഉണ്ട്. അതിനായിട്ട് സ്കൂളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാതെ പഠിക്കാം. പക്ഷെ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ ഹിന്ദി, മലയാളം, ഇതിനൊക്കെ ബേസ് ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് ബേസ് ചെറുതായിട്ടൊക്കെ പഠിച്ച് ഇച്ചിരി സമയമൊക്കെ ഇരുന്ന് പഠിച്ച് ബോറടിക്കാതെ പഠിച്ചു. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഓഫ്ലൈൻ സെന്ററിലൊന്നും പോയി പഠിക്കാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെ ഇരുന്ന് നമുക്ക് പഠിച്ച് ആ ഒരു സബ്ജക്റ്റിന്റെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് ഇതിന്റെ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ കോഴ്സിന്റെയും ഫീ 399 മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ട്, 7994996696. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളുടെ വെക്കേഷൻ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാം, നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം കളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫോണിൽ ഗെയിം കളിയാണ് ഇല്ലേ. അപ്പൊ ഇപ്പം നമ്മള് മാർച്ച് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു മാസമായിരുന്നു. ബിക്കോസ് നമ്മുടെ മക്കളുടെ എക്സാംസ്, വർക്കിംഗ് ആയിട്ടുള്ളവരാണ്, അവിടുത്തെ കാര്യങ്ങൾ, വീട്ടിലെ ജോലികൾ, ആകെ നമ്മൾ ഫെഡപ്പായി. അങ്ങ് മാർച്ച് 30 ആയപ്പോ നമ്മൾ ഫെഡപ്പായി. അപ്പൊ ആ ടൈമിൽ നമ്മുടെ മക്കൾ പറയും, അമ്മേ ഞാൻ ഇനി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പഠിക്കില്ല കേട്ടോ, അടുത്ത മാസം കളിക്കാം. അപ്പൊ നമ്മളും ശരി നീ കളിച്ചോ കുഴപ്പമില്ല. അങ്ങനെ അവർ ഈ ഒരു മാസം മാർച്ച് ഫുള്ള്, അതുപോലെ ഏപ്രിൽ ഫുള്ള്, മെയ് മാസം TV കണ്ടും ഗെയിം കളിച്ചും, പിന്നെ ഔട്ട്ഡോർ ഇങ്ങനെയുള്ള ഗെയിമൊക്കെ ഇപ്പൊ കുറവാണ്, കൂടുതലും ഫോണിലാണ് കുട്ടികൾ ഇന്നത്തെ. ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ സ്കൂൾ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പം ആദ്യത്തെ ഒരു 1 വീക്ക് കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ മക്കൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നെങ്കിൽ അവർ പറയും, അമ്മ ആ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതൊന്ന് മാറിയ കൊള്ളാം, അല്ലെങ്കിൽ അമ്മ എനിക്ക് ടീച്ചർ പക്ഷെ പകുതി സത്യമാണെങ്കിലും പകുതി അവർ ആ ഒരു ട്രാക്കിലേക്ക് എത്തുന്നില്ല. കാരണം 2 മാസം ഫുള്ളായിട്ട് കളിയും ഗെയിമിങ്ങും ഒക്കെ ആയിട്ടിരിക്കുക. അപ്പൊ സ്കൂളിൽ പോകാൻ തന്നെ മക്കൾക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ്. പിന്നെ നമ്മള് 4th നിന്ന്, ഫോർ എക്സാമ്പിൾ 4th വരെ നമ്മൾ മക്കളെ പെൻസിൽ വെച്ചാണ് എഴുതിപ്പിക്കുന്നത്. 5th-ലേക്ക് കയറുമ്പോൾ പെന്നിൽ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല തുടക്കത്തിൽ അവന്. പക്ഷെ നമ്മൾ 5th മുതൽ എന്റെ കുട്ടി പെന്നാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി 4th വെക്കേഷൻ ടൈമിൽ കുറച്ച് ടൈമെങ്കിലും പെൻ വെച്ച് പ്രാക്ടീസ് ചെയ്ത ഒരു കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ കയറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ 6ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പല കുട്ടികളും ഫേസ് ചെയ്യല്ലേ. 7ാം ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ബുദ്ധിമുട്ട് ഹാൻഡ് റൈറ്റിംഗിന്റെയാ. ബിക്കോസ് 2 മാസം എഴുതാതെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ അയ്യോ എനിക്ക് കൈവേദന എടുക്കുന്ന, ഹാൻഡ് റൈറ്റിംഗ് മോശമായി, ടീച്ചർ വഴക്ക് പറഞ്ഞു. ഇതിനൊക്കെ കാരണം എന്താ, നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെ പോകുന്നു. അതുപോലെ നമ്മൾ വിചാരിക്കും ആ ഫോൺ കണ്ടോട്ടെ. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞു കുറച്ച് ഒരു 1 വീക്ക് നമ്മുടെ മക്കള് ഫോണോ അല്ലെങ്കിൽ TVയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാം. പക്ഷെ പിന്നീട് ഒരു 2 വീക്സിന് ശേഷമെങ്കിലും
നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കോൺസെൻട്രേഷൻ കൊടുക്കാം. ബിക്കോസ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഹോംവർക്കുകളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒരു മാരേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അസുഖമൊക്കെ വന്നാൽ അത്രയും സ്റ്റഡീസ് പോവുക. അപ്പൊ നമുക്ക് അവരെ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മക്കളുടെ വീക്കായിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഇതിപ്പം നമ്മുടെ സ്കൂളിൽ ഇതിന്റെ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് തന്നെ പറ്റുമെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ജോയിൻ ചെയ്യുകയില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ തന്നെ വീട്ടിലിരുന്നാണെങ്കിലും കുറച്ച് സമയം ഇവർക്കായിട്ട് സ്പെൻഡ് ചെയ്യണം. അതായത് മലയാളം അറിയാൻ മേത്ത ഒരു കുട്ടിക്ക് നമ്മുടെ വെക്കേഷന് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂറെങ്കിലും മലയാളത്തിന്റെ ബേസിക് ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ക പ്ലസ് ഇ ഇത് മക്കളെ കീ ആകും. അതതിന്റെ ഒരു ബേസിക് റൂളാണ്. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നേരം കിട്ടില്ല ഇത് പഠിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെൻസ് പഠിച്ചെങ്കിൽ മാത്രം ഒരു കുട്ടിക്ക് ഒരു പിക്ചർ കണ്ടാൽ അത് ഡിസ്ക്രൈബ് ചെയ്യാനോ ഒരു ലെറ്റർ റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ ഒരു ഗ്രാമറോ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ബേസിക്, നമ്മൾ ഇംഗ്ലീഷൊക്കെ സാധാരണ നമ്മുടെ കുട്ടികൾ കൂടുതലും ഓൺ വേർഡ്സിൽ എഴുതുക. അപ്പൊ ഇവർക്ക് അത് എഴുതാനോ ഒരു കഴിവുണ്ടാവണമെങ്കിൽ ബേസിക് റൂൾ അറിയണം. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന 2 സബ്ജക്ട്, ഒന്ന് ഹിന്ദി ഒന്ന് ഇംഗ്ലീഷ്, മാത്സും ആണ്. മാത്സിന്റെ ബേസിക് അറിയാത്ത കുട്ടികൾ എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളുടെ പാരന്റ്സ് ഈ ഒരു വെക്കേഷൻ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ഫുൾ ടൈം ഇരുത്തി നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് അവർക്കൊരു റിലാക്സേഷൻ വേണം. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ മക്കളുടെ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കുറച്ച് ടൈം നമ്മൾ അവരോടൊപ്പം തന്നെ ഇരുന്ന് അവരെ പഠിപ്പിക്കുക. അവർക്ക് ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു ഇതുപോലെയൊക്കെ ഫൗണ്ടേഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അവരോടൊപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇനിയിപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഓക്കെ, 9th 10th പോകുന്ന കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഈ 10th ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പെർസെൻറ്റേജിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ കേസ് എനിക്ക് മലയാളം, എൻ്റെ മകന് മാത്സ് കുറച്ച് പുറകില്ല, എന്നാൽ കുഴപ്പമില്ല, ബാക്കിയുള്ളത് സ്കോർ ചെയ്ത് കുട്ടി കൊണ്ടുവരും. പക്ഷെ ബാക്കിയുള്ളത് 98 97 മേടിച്ചാലും മാത്സിന് 70 ഉള്ളെങ്കിൽ അത് അവൻ്റെ ടോട്ടൽ പെർസെൻറ്റേജിനെ ബാധിക്കുക. അത് നമുക്ക് കുട്ടികളെ അങ്ങ് സ്റ്റഫ് ചെയ്ത് ഒരുപാട് നമുക്ക് പ്രഷർ കൊടുത്ത് ആ സമയത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഇപ്പം അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മക്കളാണ്. നമ്മൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റൊക്കെ നല്ല സ്നേഹമായിട്ട് പറയും, മോനെ മോളെ എഴുത്. പിന്നെ പറഞ്ഞില്ല, 3ാമത് നമ്മൾ ഷൗട്ടിങ് ആകും, 4ാമത് അടിയിലേക്ക് പോകും, പിന്നെ കരച്ചിലാകും, ആകെ പ്രശ്നങ്ങളാകും. അപ്പൊ നമ്മൾ മാക്സിമം നമുക്കത് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എങ്കിലും കുട്ടികളുടെ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. അപ്പൊ അവരുടെ കുറവുകൾ എന്താണ് അത് മനസ്സിലാക്കി എപ്പോഴും നമ്മൾ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യ, ആ രീതിയിൽ അവർക്ക് നെഗറ്റീവായിട്ട്, അത് ബാക്കിൽ കിടക്കുന്ന സബ്ജക്റ്റ് അവരെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് നമ്മൾ വേറൊരു കുട്ടിയായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യില്ല. നോക്ക്, അവൻ അത്ര മാർക്ക്, ഇവൻ ഇത്ര മാർക്ക്. അതിന് നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളുടെ ഉള്ളിലെ ചെറുപ്പത്തിൽ തന്നെ എന്നെ ഒന്നും കൊള്ളാത്തവനാണ്, അങ്ങനെ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ അവരുടെ കുഴപ്പം എന്താണോ അത് മനസ്സിലാക്കി, മോസ്റ്റ്ലി അമ്മമാർക്കാണ് നമ്മുടെ മക്കളോടൊപ്പം നിന്ന് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് അവരെ കൊണ്ടുവരിക പഠിത്തത്തില്. അപ്പൊ ഫോൺ അഡിക്ഷൻ ആണെങ്കിലും കുറച്ചൊക്കെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുറച്ച് കൊണ്ടുവരിക. കാരണം പലവരും ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് നല്ലതാ, കാരണം അവരെ ഫോൺ നോക്കി എവിടെ ഇരിക്കും, എങ്ങും പോത്തൊന്നുമില്ല. പക്ഷേ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഇതിന് നെഗറ്റീവ് സൈഡുകളെല്ലാം തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെറിയ കുറെ ഫൗണ്ടേഷൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, അതിനോടൊപ്പം മലയാളത്തിന്റെയും ഫൗണ്ടേഷൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ പ്രൈസ് 399 ആണ്. ഇനി നിങ്ങൾ മൊത്തം ഒരു കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 999 മാത്രം, ഫുൾ പേയ്മെന്റ് ആണ്. പിന്നെ ഒരു ഫീയും നിങ്ങൾ അടയ്ക്കേണ്ട. ഹൈസ്കൂളിലും ഇത് തന്നെയാണ്, പക്ഷെ അവിടെ ഫീ 499 ആണ് ഓരോന്നും. കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1299 ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകള് ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർ സപ്പോർട്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മോട്ടിവേഷൻ സപ്പോർട്ടുകൾ എല്ലാം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. കോഴ്സ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നമ്മുടെ സ്കൂളിയുടെ ആപ്പ് അവൈലബിൾ ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും.
അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സ്കൂളിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.